നമസ്കാരം. 10-25 വർഷമായിട്ട് സിനിമാ മേഖലയിലുള്ള ഒരാളാണ് ഞാൻ. കുറേയേറെ സീരിയലുകളും കുറേയേറെ സിനിമകളും ഒക്കെ ചെയ്തിട്ടുണ്ട്. അപ്പോൾ എന്തിനാണ് ഒരു ഹെയർ ട്രാൻസ്പ്ലാന്റ് എന്നുള്ള ചോദ്യം സ്വാഭാവികമായും എന്നെ കാണുമ്പോൾ നിങ്ങളും അതുപോലെ എൻ്റെ സുഹൃത്തുക്കളൊക്കെ ചോദിച്ചിട്ടുണ്ട്, നിനക്ക് മുടിയുണ്ടല്ലോ, എന്തിനാണ് ഹെയർ ട്രാൻസ്പ്ലാന്റ് എന്ന് ചോദിച്ചു. അപ്പോൾ നമ്മുടെയൊക്കെ ഒരു പൊതുവായ ധാരണ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മുഴുവനായിട്ട് മുടിയില്ലാത്ത ആൾക്കാർക്ക് മാത്രം പറഞ്ഞിട്ടുള്ള പരിപാടിയാണ് ഹെയർ ട്രാൻസ്പ്ലാന്റ്. പക്ഷെ അങ്ങനെയല്ല. ഈ ഉള്ളു കുറഞ്ഞ് ഇപ്പോൾ എനിക്കൊക്കെ സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ഉള്ളു തീരെ ഇങ്ങനെ കുറഞ്ഞു വരികയാണ്. അതുപോലെ ബാക്കിലെ ക്രൗൺ ഏരിയയൊക്കെ ഈ പറഞ്ഞ പോലെ മുടി ഇല്ല ഇപ്പോൾ ആക്ച്വലി. അപ്പോൾ ഇനി പോകെ ഇത് കൂടി വന്നിട്ട് അവസാനം മുടിയേ ഇല്ലേതാവുമോ എന്നുള്ളത് ഒന്ന് ആ കാര്യം. രണ്ടാമത്തെ കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ഈ വേർത്ത് കഴിയുമ്പോൾ ഈ ഉള്ളു കാണുമ്പോഴത്തേക്കും നമ്മൾ അഭിനയിച്ചുകൊണ്ടിരിക്കുമ്പോൾ കണ്ടിന്യൂറ്റിയെ ബാധിക്കും. അപ്പോൾ ഇങ്ങനെയൊക്കെയുള്ള ചില പ്രോബ്ലംസ് എനിക്കുണ്ടായിരുന്നു. അപ്പോൾ ഞാൻ പിന്നെ അഡ്ജസ്റ്റ് ചെയ്ത് വേർത്ത് കഴിയുമ്പോൾ തോർത്തിട്ടൊക്കെ തുടച്ച് വീണ്ടും അതിനെ ട്രൈ ചെയ്തിട്ട് സെറ്റ് ചെയ്ത് വെക്കും ഹെയർ. അപ്പോൾ ഞാനിങ്ങനെ അന്വേഷിച്ചു ഹെയർ ട്രാൻസ്പ്ലാന്റിൻ്റെ സാധ്യതകളെക്കുറിച്ച്. നമ്മളൊരു പരിപാടിക്ക് ഇറങ്ങുന്നതിന് മുമ്പ് അതിനെക്കുറിച്ച് അന്വേഷിക്കണമല്ലോ. അങ്ങനെ അന്വേഷിച്ചപ്പോഴത്തേക്കും ഒരുപാട് സെൻറ്റേഴ്സ് ഉണ്ട് ഇവിടെ, ഇഷ്ടംപോലെ സെൻറ്റേഴ്സ് ഉണ്ട്. അപ്പം ഞാൻ യൂട്യൂബിലൊരു വീഡിയോ, സഫാരി ചാനൽ എന്ന് പറഞ്ഞിട്ടൊരു ചാനൽ, യൂട്യൂബിലൊരു വീഡിയോ സ്ഥിരമായിട്ട് ഞാൻ അതിനെ ഫോളോ ചെയ്ത് തുടങ്ങി. അപ്പോൾ എന്നിട്ട് ഞാൻ ആ നമ്പർ തപ്പിപ്പിടിച്ചിട്ട് അദ്ദേഹത്തിന് വിളിച്ചു. അദ്ദേഹത്തിൻ്റെ പേര് സത്യനാരായണൻ. അദ്ദേഹത്തോട് സംസാരിച്ചപ്പോൾ എന്നോട് പറഞ്ഞു, തീർച്ചയായിട്ടും നിങ്ങൾക്ക് പറ്റുന്ന ഒരു സെൻറ്റർ ഞാൻ സജസ്റ്റ് ചെയ്യാം എന്നൊക്കെ പറഞ്ഞിട്ട് 2019 ലാ ഡെൻസിറ്റേ എന്ന് പറഞ്ഞൊരു സ്ഥാപനത്തെക്കുറിച്ച് ഞാൻ അറിഞ്ഞു. അന്ന് എറണാകുളത്ത് എനിക്കൊരു ഫ്ലാറ്റ് ഉള്ളതുകൊണ്ട് ഞാൻ എറണാകുളത്ത് നിൽക്കുന്നൊരു സമയമായതുകൊണ്ട് ഞാൻ വന്ന് ഡോക്ടർ ജാദവിനെ കണ്ടു. അപ്പോൾ അദ്ദേഹം ഒരു നോർത്ത് ഇന്ത്യനാണ്, പൂനെയിലാണ് അദ്ദേഹത്തിൻ്റെ ബേസ് എന്നൊക്കെ അറിയാൻ കഴിഞ്ഞു. അദ്ദേഹമായിട്ട് സംസാരിച്ചു. ഞാനും എയർഫോഴ്സുകാരനായതുകൊണ്ട് നമ്മൾ തമ്മിൽ സംസാരത്തിൻ്റെ കമ്മ്യൂണിക്കേഷൻ വാസ് വെരി ഈസി. അപ്പോൾ അദ്ദേഹമായിട്ട് സംസാരിച്ചു. അദ്ദേഹം പറഞ്ഞു, നീ നോട്ട് ടു ഡു നൗ, ഒരു കാര്യം ചെയ്യാം, നമുക്ക് ആദ്യം കുറച്ച് PRPs എടുക്കാൻ പറ്റും. അപ്പോൾ അപ്പോഴാണ് ആദ്യമായിട്ട് ഈ PRP എന്താണെന്നൊക്കെ ഞാൻ അറിയുന്നത്. അന്ന് എനിക്ക് തോന്നുന്നു ഇത്ര സജീവമല്ല, ഇന്ന് എല്ലാവർക്കും അറിയാം PRP എന്താണ്. അങ്ങനെ ഞാനൊരു 6-7 സിറ്റിംഗ് PRP എടുത്തു കഴിഞ്ഞപ്പോഴത്തേക്കും എൻ്റെ മുടി കൊഴിച്ചിലങ്ങ് നിന്നു. അപ്പോൾ ഞാൻ ഹാപ്പി ആയിട്ട് അങ്ങനെ പോയിക്കൊണ്ടിരിക്കുകയായിരുന്നു. കുറച്ച് കഴിഞ്ഞപ്പോഴത്തേക്കും വീണ്ടും ഈ പറഞ്ഞ പോലെ ക്രൗൺ ഏരിയ വിസിബിളായി തുടങ്ങിയതിൻ്റെ ഒരു ചെറിയ ബുദ്ധിമുട്ടൊക്കെ ആലോചിച്ചപ്പോൾ ഞാൻ വീണ്ടും നമ്മുടെ സത്യനാരായണനെ കോൺടാക്ട് ചെയ്തു. ഞാൻ പറഞ്ഞു, നമുക്ക് ഒന്നുകൂടെ ഒന്ന് ഡോക്ടറെ ഒന്ന് കാണണമല്ലോ. അപ്പോൾ പറഞ്ഞു, ഇപ്പോൾ ട്രിവാൻഡ്രത്ത് വന്നിട്ടുണ്ട്. അപ്പോൾ ഞാൻ ട്രിവാൻഡ്രത്താണല്ലോ, ട്രിവാൻഡ്രത്ത് വന്നിട്ടുണ്ട്, ഒന്ന് പോയി കണ്ടോളൂ എന്ന് പറഞ്ഞു. അങ്ങനെ ഞാൻ ട്രിവാൻഡ്രത്ത് വന്ന് വീണ്ടും അദ്ദേഹത്തെ കണ്ടു. അദ്ദേഹം പറഞ്ഞു, നമുക്ക് ഇപ്പോൾ കുറച്ചുകൂടെയൊക്കെ അഡ്വാൻസ്ഡ് ആയിട്ടുള്ള ട്രീറ്റ്മെൻറ്റ് വന്നിട്ടുണ്ട്, വളരെ സേഫായിട്ടുള്ള റിസൾട്ട് നല്ല രീതിയിൽ കിട്ടുന്ന, അതിൻ്റെ പേരൊന്നും എനിക്കറിയില്ല, സഫയർ എന്നോ അങ്ങനെ എന്താണ് പറഞ്ഞത്, അങ്ങനെ ഉള്ളൊരു ട്രീറ്റ്മെൻറ്റ് ഒക്കെ വന്നിട്ടുണ്ട്. നിങ്ങൾക്കിപ്പോൾ മുടി മുഴുവനായിട്ട് പോയിട്ട് തന്നെ ചെയ്യണമെന്ന് നിർബന്ധം പിടിക്കരുത്. ഇപ്പോൾ ഉള്ള മുടി പ്രൊട്ടക്റ്റ് ചെയ്തുകൊണ്ട് തന്നെ പുതിയ മുടികൾ നമുക്ക് വെച്ച് കഴിഞ്ഞാൽ യു ലുക്ക് ഗുഡ്. മേ ബി ഇനി അടുത്ത കുറേ കാലത്തേക്ക് നമുക്ക് ഈ മുടിയെക്കുറിച്ചുള്ളൊരു വറി ഉണ്ടാവില്ല. നമ്മളൊക്കെ ഈ സത്യം പറഞ്ഞാൽ നമ്മുടെ ശരീരമാണ് നമ്മുടെ പ്രോപ്പർട്ടി. എന്താ പറയുക, നമ്മൾ മുഖവും ശരീരവും ആകാരവും നമ്മൾ സൂക്ഷിച്ചില്ലെങ്കിൽ മീൻസ് നമ്മളതാണല്ലോ, ഷോമാൻ ബിസിനസ് ആണല്ലോ. അപ്പോൾ ഞാൻ വീണ്ടും കൺഫ്യൂസ്ഡ് ആയപ്പോൾ അങ്ങനെ പുള്ളി പറഞ്ഞു, നമുക്കൊരു കാര്യം ചെയ്യാം, നമുക്ക് ലെറ്റ് us ഗോ ഫോർ ട്രാൻസ്പ്ലാന്റ്, ക്രൗൺ ഏരിയ മാത്രമേ ഉള്ളൂ, നമുക്ക് ചെയ്യാം. അപ്പോൾ ഞാൻ പറഞ്ഞു, എനിക്ക് കുറേ സിനിമകളുണ്ട്, ആ സിനിമകളുടെ ഗ്യാപ്പ് നോക്കിയിട്ട് അങ്ങനെ ഫെബ്രുവരി മാസം ഞാനൊന്ന് ഫ്രീ ആക്കി വെച്ചു. അദ്ദേഹത്തെ വിളിച്ചപ്പോൾ പറഞ്ഞു, ഇങ്ങനെ ഫെബ്രുവരിയിൽ അദ്ദേഹം ഭയങ്കര ബിസിയാണ്, എറണാകുളത്ത് 2 ദിവസമുണ്ട്, അപ്പോൾ ഫെബ്രുവരി 2 ദിവസത്തേക്ക് നമുക്ക് എറണാകുളത്ത് ചെയ്യാമെന്ന് പറഞ്ഞു. അപ്പോൾ സ്വാഭാവികമായി ഞാനങ്ങനെ എറണാകുളത്ത് വന്നിരിക്കുകയാണ്. പിന്നെ ഡോക്ടർ ജാദവിനെ കുറിച്ച് ഞാൻ അന്വേഷിച്ചു. ഒരുപാട് പേര്, അതായത് ഞാൻ അന്വേഷിച്ചു നോക്കിയപ്പോഴാണ് മനസ്സിലാക്കിയത് സിനിമാ മേഖലയിൽ ഒരുപാട് പേര്. ഇപ്പോൾ സാജൻ സൂര്യ, അപ്പം സാജനെ ഞാൻ വിളിച്ചു. അപ്പോൾ സാജനോട് ഞാൻ സംസാരിച്ചു. അപ്പോൾ പറഞ്ഞു, ഇതിൻ്റെ പ്രൊസീജിയേഴ്സും കാര്യങ്ങളൊക്കെ പറഞ്ഞു. അപ്പോൾ സാജൻ സത്യം പറഞ്ഞു കഴിഞ്ഞാൽ അച്ഛൻ വേഷങ്ങൾ, ഞങ്ങളൊക്കെ ഒരേ സമപ്രായക്കാരാണ്, അച്ഛൻ വേഷങ്ങളിലേക്ക് മാറാമെന്ന് സാജൻ ഇപ്പോഴും ഹീറോ ആയിട്ട് കളിക്കുക. അതുപോലെ തന്നെ ബിജു സോപാനം, വിഷ്ണു ഉണ്ണികൃഷ്ണൻ. വിഷ്ണുവും ഞാനും കൂടെ ഇപ്പോൾ ഒരു പടം അഭിനയിച്ചുകൊണ്ടിരിക്കുമ്പോൾ വിഷ്ണു പറഞ്ഞു, ചേട്ടാ ഞാൻ 2-3 സ്ഥലങ്ങളിൽ ചെയ്ത് പരാജയപ്പെട്ടു, അപ്പോൾ വീണ്ടും ഇങ്ങനെ സത്യ സജസ്റ്റ് ചെയ്ത് ഇവിടെ വരാൻ വേണ്ടിയിട്ട്, ഇപ്പം റിസൾട്ട് ഈസ് ഗുഡ് എന്ന് പറഞ്ഞു. അങ്ങനെ ഒരുപാട് പേരെടുത്ത് ഞാൻ പറയുന്നില്ല, ഒരുപാട് പേരുടെ നമ്മുടെ മേഖലയിലുള്ള അല്ലാതെയുള്ള ആൾക്കാരുടെ ഒക്കെ റെഫറൻസസും അതൊക്കെ എനിക്കൊരു കോൺഫിഡൻസ് നൽകുന്നു. അപ്പോൾ എന്തായാലും ഇനി ഇതൊക്കെ കഴിഞ്ഞിട്ട് കേസസമൃദ്ധമായ ഒരു വീഡിയോ ഞാൻ വരും. തീർച്ചയായിട്ടും റിസൾട്ട് ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും വരും. കാരണം നമുക്കൊരു പോസിറ്റീവ് റിസൾട്ട് വന്നു കഴിഞ്ഞാൽ നമ്മൾ തീർച്ചയായിട്ടും അത് സ്പ്രെഡ് ചെയ്യണം എന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്. അപ്പോൾ എന്തായാലും ഞാൻ പരിപാടിയിലേക്ക് കിടക്കട്ടെ. ഇനി നമ്മുടെ മൊത്തം ഇത്ര ഏരിയ ആണെങ്കിൽ പോലും ഫുൾ എയർ നമ്മൾ ട്രിം ചെയ്യേണ്ടി വരും. അപ്പോൾ ട്രിമ്മിങ് ആൻഡ് പരിപാടി. ഒരു 10:30 ആയപ്പോൾ
തുടങ്ങിയല്ലേ 10:30 തുടങ്ങി ഇങ്ങനെ തമാശയൊക്കെ പറഞ്ഞ് 2-3 ഡോക്ടേഴ്സ് വന്നിട്ട് അനസ്തീഷ്യ ആദ്യം കുത്തിവെച്ചു. അപ്പോൾ അനസ്തീഷ്യ ലോക്കലാണ് കേട്ടോ, ലോക്കൽ അനസ്തീഷ്യ കുത്തിവെച്ചുകൊണ്ട് നമുക്ക് ഇതിൻ്റെ പരിപാടികൾ എന്താണ് നടക്കുന്നത്, ഇവരെന്തൊക്കെയാണ് ചെയ്യുന്നതെന്ന് നമുക്കറിയത്തില്ല. അപ്പോൾ അനസ്തീഷ്യ കുത്തിവെക്കുമ്പോൾ ഇച്ചിരി ഒരു പെയിൻ ഉണ്ട്, സ്വാഭാവികമായിട്ടും തലയിൽ കുത്തിവെക്കുമ്പോൾ ഒരു ചെറിയ പെയിൻ ഉണ്ടാവും. പക്ഷേ അത് സഹിക്കബിൾ പെയിനാണ്, അത് വലിയ മറ്റേ നമ്മൾ അയ്യോ എന്ന് വിളിക്കേണ്ട പെയിനൊന്നുമല്ല. അത് കഴിഞ്ഞാൽ ഒരു കുറച്ച് കഴിയുമ്പോഴത്തേക്കും ജ്യൂസ് കൊണ്ടുവരും, അതൊക്കെയാണ് എനിക്ക് ഇഷ്ടപ്പെട്ടത്. ഇടയ്ക്കിടയ്ക്ക് ജ്യൂസ് കൊണ്ടുവരും. പിന്നെ ഒരു ലഞ്ച് ബ്രേക്ക് ഉണ്ടായിരുന്നു, നന്നായിട്ട് ആഹാരമൊക്കെ കഴിച്ചു. അത് കഴിഞ്ഞ് വീണ്ടും പരിപാടികൾ. അപ്പോൾ ജാദവ് സാറാണ് ഇതിൻ്റെ മേൽനോട്ടം വഹിക്കുന്നത്. പുള്ളി വന്ന് കാര്യങ്ങളൊക്കെ പറഞ്ഞ്, പിന്നെ സ്റ്റാഫുകൾ ആയാലും കൂടെയുള്ളവരെല്ലാവരും വളരെ വളരെ കോപ്പറേറ്റീവ്. നമ്മളൊരു വലിയൊരു രാജാവിനെ ട്രീറ്റ് ചെയ്യുന്നവരെ അവർ ട്രീറ്റ് ചെയ്യും. എന്നെ മാത്രമല്ല ഏത് കസ്റ്റമറിനെയും, കാരണം അങ്ങനെ ട്രീറ്റ് ചെയ്ത് ഭയങ്കര കംഫർട്ടൊക്കെ തന്നു. ഞാൻ പ്രതീക്ഷിച്ചതിലും സംഭവം രസകരമായിരുന്നു എന്ന് വേണം പറയാൻ. കാരണം ഇവർ ഈ ഉപയോഗിക്കുന്ന വാക്കുണ്ടല്ലോ, ഈ സർജറി എന്നല്ല ഇതിന് ഉപയോഗിക്കേണ്ടത്. ഒരു സർജിക്കൽ എന്ന് പറഞ്ഞാൽ കയറി മുറിക്കൽ, പിന്നെ അതിനകത്ത് വേറെ എന്തോ പരിപാടി, അതൊക്കെയാണ് നമ്മൾ സർജറി ആയിട്ട് നമ്മൾ വിചാരിക്കുന്നത്. ഇത് നമ്മുടെ ബാക്കിലുള്ള മുടിയെ അവർ ഇങ്ങനെ പറിക്കും, എന്നിട്ട് നടും, അത്രേ ഉള്ളൂ. ഒരു പ്ലാന്റേഷനാണത്. അപ്പോൾ എന്തായാലും നല്ല റിസൾട്ട് ഉണ്ടാവട്ടെ. ഇനി നല്ല കേശാമൃതം ഒക്കെ വളർന്ന് കേശാദിപാദം ഒക്കെ വളർന്നിട്ട് നമുക്ക് ഒരു വീഡിയോ ആയിട്ട് വരാം. താങ്ക് യു. ലാ ഡെൻസിറ്റായ്.